എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രസ് മീറ്റിൻ്റെ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കുറച്ച് നാളുകളായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചില ആരോപണങ്ങളിൽ അപ്പോൾ നമ്മളുടെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു കോച്ചിൻ്റെ പോസ്കോ കേസുമായിട്ട് ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് KCA ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സത്യാവസ്ഥ എന്താണെന്നും നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ സംശയങ്ങളും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനുകൊണ്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കാണുകയുണ്ടായി, കേരള ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും സെക്രട്ടറി വിനോദും ഇതിൽ പ്രതികരിക്കുന്നില്ല, ഇതൊന്ന് ഒളിച്ചോടുകയാണ്, അങ്ങനെ പലതരം വാർത്തകൾ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും ചാനൽ ചർച്ചകളിൽ KCA ഒഴിഞ്ഞു പോയില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയും ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന കാലഘട്ടങ്ങളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായരാണ് KCA പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിൽ സമയപരിധി കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ KCAക്ക് പറയാനുള്ള മുഴുവൻ സത്യങ്ങളും ഒരു പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങളുടെ സംശയങ്ങളും. ഇതൊരു ജനങ്ങളറിയണം എന്താണ് നടന്നതെന്ന്. ഇവിടെ പലയിടത്തും പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അത് ഉന്നതരുടെ പേടി കൊണ്ടാകാം, ഭയപ്പാടുകളുണ്ടാകും, അങ്ങനെ പല പല ചർച്ചകൾ കാണുകയുണ്ടായി. ഇവിടെ എനിക്ക് തോന്നുന്നു ചാനൽ ചർച്ചകളൊക്കെ ഞങ്ങൾ കണ്ടപ്പോഴും ഒരു രക്ഷിതാവോ ഒരു പരാതിക്കാരിയോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇവരെ ഇതിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിക്കുന്നതായിട്ടോ എവിടെയും പരാതി വന്നിട്ടില്ല. ഇവിടെ ആരാണ് ഈ പരാതി പറയുന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിക്കാററിയാം, കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് പല സമയത്തും മാറ്റി നിർത്തപ്പെട്ടവരോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരോ പല പല കാരണങ്ങളുണ്ട്. എന്താ കാരണങ്ങൾ ഞാൻ പറയുന്നില്ല. ചില അസൈൻമെൻറ്റ് കിട്ടാത്ത മുൻ കോച്ചുകളുണ്ടാകാം, കോച്ചുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ സപ്പോർട്ട് വരാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ളവരാണ് ചാനലിൽ നിന്നിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു പരാതി ആദ്യമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ നേരിട്ടോ ഏതെങ്കിലും രീതിയിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ആദ്യം അറിയുന്നത് 2022 കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീജിത്ത് നായരുടെ മുമ്പിൽ അന്നത്തെ ഒരു പെൺകുട്ടി ഇവിടെ പോലീസ് ചൈൽഡ് വെൽഫെയറിൽ പരാതി കൊടുക്കുകയും അത് സംബന്ധിച്ച് 2 പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടറിയുടെ മുമ്പാകെ വരുമ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായി ഇതറിയുന്നത്. അന്ന് വിനോദ് എസ് കുമാർ, അദ്ദേഹമായിരുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീജിത്ത് നായരായിരുന്നു. ഞാനന്ന് PCCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഒരു വൺ ഡേ മാച്ച് നടക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ആ പരാതിയോട് അന്വേഷണത്തോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ഇവിടെ നമുക്കറിയാം, ഇദ്ദേഹം ഡിസ്ട്രിക്ട് കോച്ചാണെങ്കിൽ നമ്മുടെ നെറ്റ്സ് നിങ്ങൾക്കറിയാം, നേരെ കയറി വരുന്നതിൻ്റെ സൈഡിൽ ഇപ്പോൾ അത് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ക്ലിയറായിട്ട് പറയാനുള്ളത്, മനു ഒരു പെൺകുട്ടികളുടെ മാത്രം കോച്ചായിരുന്നില്ല. ഇവിടെ അണ്ടർ 14, അണ്ടർ 16 ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഇവിടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള കോച്ചായിട്ട് ഇവിടെ നിയമിച്ച് അവർ 2 പേരെയും ആണ് കോച്ച് ചെയ്യുന്നത്. അന്ന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ കൃത്യമായി ഒരു ഇൻസ്ട്രക്ഷൻ പേരൻസിന് കൊടുത്തിരുന്നു, ഇവിടെ ഒരു രക്ഷിതാവ് മാറി എപ്പോഴും ഉണ്ടാകണമെന്നുള്ളത് കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഇതൊക്കെ അന്നത്തെ ഈ ഒരു പരാതി വന്നതിന് ശേഷമല്ല, ആ സമയത്ത് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇവിടെ എപ്പോഴും ഒരു പേരൻ്റ് ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങൾക്കറിയാം, കയറി വരുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, ഞങ്ങളുടെ ഡ്രൈവേഴ്സ് അവിടെ ഉണ്ട്.
ക്യാമറകളുണ്ട്. അപ്പോൾ അന്നത്തെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിയെ പൂർണ്ണമായിട്ടും പോലീസിനോട് സഹകരിച്ചു. സ്റ്റേറ്റ്മെൻറ്റ്സ് പോലീസ് കോൾ ഫോർ ചെയ്തു. അന്ന് ഞങ്ങളുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ഓഫീസർ എസ് രമേശ്, അദ്ദേഹം ഫോർമർ കേരള ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ മുറിയാണ് നിങ്ങൾ കയറുമ്പോൾ കാണുന്നത്. ഇവിടെ ഈ കുട്ടികളുടെ പേരൻസിന് ഇരിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊസീജിയറൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇവിടെ കോച്ചിങ് നടന്നിരുന്നത്. എന്തായാലും അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഉണ്ടായി അന്ന്. പക്ഷേ നമ്മൾ അറിയുന്നത് ഈ ഒരു പോലീസിൻ്റെ ഇവിടെ വന്നിട്ടുള്ള അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇവിടെ അന്നത്തെ ഇപ്പോൾ ഈ പരാതിക്കാരിയും അല്ലെങ്കിൽ ഈ കുട്ടികളും വേറെ കുറച്ച് കുട്ടികളും അവരുടെ പേരൻസും എല്ലാം വന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നേരിട്ട് ഹാജരായി. അന്നത്തെ ജില്ലാ സെക്രട്ടറിക്കും സ്റ്റേറ്റ് സെക്രട്ടറിക്കും പറയുകയുണ്ടായി, മനുവിനെ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമില്ല. ഇതൊരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പെൺകുട്ടി പരാതി കൊടുത്തത് ഒരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ മനുവിനുള്ള ഒരു ജഡ്ജി തീർക്കാനാണ് ഞങ്ങൾക്ക് ഇവിടെ ഇത് പേരൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പേരൻസ് ഇവിടെ ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഞങ്ങളന്ന് ഈ ഒരു സംഭവം കഴിഞ്ഞ് മനുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മനു വളരെ നിരാശനായി. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് പോയിസൺ കിട്ടി, ഞങ്ങൾ ചെന്നില്ലായിരിക്കും ഇന്ന് ആത്മഹത്യ ചെയ്തതിന് എന്നൊക്കെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പക്ഷെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആയിരുന്നു ഇങ്ങനെന്തായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കയറി വന്നപ്പോൾ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പേരൻസ് അന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. അനുവിൻ്റെ ഈ ഇവിടെ ട്രെയിനേഴ്സിന് ആ കൂട്ടത്തിൽ ഈ കുട്ടി ഒഴിച്ച് ബാക്കി അന്നത്തെ പരാതിക്കാരെ വെച്ച് ബാക്കി എല്ലാവരും വന്ന് കേസ് എടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇൻ ബിറ്റ്വീൻ അവിടെ നമ്മുടെ സെൻറ്റർ ഇവിടെ നിന്നുപോയി, അവിടെ പ്രാക്ടീസൊന്നും ഇല്ലാതായി. ഹൈക്കോടതി മനുവിന് ജാമ്യം അനുവദിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പേരൻസും കുട്ടികളൊക്കെ കൂടി വന്നു, നമ്മളിത് രണ്ടാമത് ഇത് തുടങ്ങണം, ഇവിടെ ഞങ്ങളുടെ കുട്ടികളുടെ ട്രെയിനിങ് ഒക്കെ നിന്ന് പോകുന്നു, നിങ്ങളിത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ഇപ്പോൾ ഈ പരാതി പറഞ്ഞ കുട്ടികളുടെ പേരൻസും കുട്ടികളും എല്ലാം കൂടി വന്നിട്ടാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച, KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ലാന്ന് ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ഇവരെല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക, കോച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുന്നു. എല്ലാവരും ഒരാൾ വരെ മനുവിനെ എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും മനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനൊരു എന്താ പറയുക, ഒരു മുൻവിധിയോടെയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ കുട്ടികളെയും പേരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 15, 10, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചെടുക്കണം, ഇത് കള്ളവരാതിയാണെന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പേരൻസിലെല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് കാണിച്ചു തരാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കുട്ടികളും ഈ മാതാപിതാക്കളും എല്ലാം പോയി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പോലീസ് അത് നമ്മുടെ പോക്സോ കോടതിയിൽ ഹാജരാക്കി, കേസ് നടന്നു. അത് എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റോ മോടി മാറ്റി പറഞ്ഞുകൊണ്ട് അതന്നത് മീൻസ് അങ്ങനെ മനുവിനെ കുറ്റവിമുക്തയായിട്ട് ഒരു അക്വിറ്റ് ചെയ്തുള്ളൊരു ഓർഡർ വന്നു, ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ അതുവരെയും കേസ് ചെയ്യാനിട്ടില്ല, ഇങ്ങനെ സംഭവം ഇവിടെ പരാതി കിട്ടിയിട്ടില്ല. രണ്ടാമത് എന്തിനെടുത്തു എന്നുള്ള കാരണം ഇതാണ്. അവർ വന്ന് അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് തിരിച്ചെടുത്തത്. മനു കോച്ചിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത് 2024 ഈ അടുത്ത് ഞാൻ കണ്ടിന്യൂറ്റി പറഞ്ഞോളാം. 2024 നമ്മുടെ പിങ്ക് ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇപ്പോഴത്തെ പരാതിക്കാരി മനുവിനെ അവിടെ വെച്ച് കാണുകയും അതനുസരിച്ചിട്ട് അവരും അവരുടെ മാതാവും കൂടി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പോയി അതനുസരിച്ച് പോലീസിൽ പോയി പരാതി കൊടുത്തു. നേരെ ഇവിടെ വന്ന് അന്ന് വിനോദാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി വിനോദ സുകുമാറിൻ്റെ മുമ്പിൽ ഈ പേരൻറ്റും കുട്ടിയും വന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ കുട്ടി പോലീസിൽ പോയി ചൈൽഡ് വെൽഫെയർ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് രണ്ടാമത്തെ ഈ ഒരു ഇപ്പോൾ നടന്ന ഇൻസിഡൻ്റ് പരാതി കേസ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നു, ഇങ്ങനെ പരാതി. അത് അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു പേരൻസ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിനകത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി
ഒരു പോസ്റ്റ് കോഡ് നിയമം അനുസരിച്ച് നമ്മൾ അറിഞ്ഞാൽ അറിയിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് വരുന്നതെന്നാണ്. അപ്പം പിന്നെ രണ്ടാമതൊരു കംപ്ലയിൻറ്റ് അത് റിട്ടേൺ അല്ല ഓറലി വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോഴും ഞങ്ങൾ നിയമോപദേശം നേടി എന്താണ് ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ പിറ്റേ ദിവസം പോലീസുകാർ അന്വേഷിക്കാൻ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മളുടെ ഈ പരാതിക്കാരിയായ കുട്ടിയുടെ അച്ഛനും മറ്റൊരു പേരൻറ്റ് മറ്റൊരു കുട്ടിയുടെ പേരൻറ്റും കൂടി സെക്രട്ടറിനെ വന്നു കണ്ടു. ഇതേമാതിരി തന്നെ പറഞ്ഞു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കുട്ടിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റ് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വന്നൊരു പരാതി തന്നു. അത് നമ്മളപ്പോൾ തന്നെ കമ്മീഷണർക്ക് SHOയ്ക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു, നമ്മുടെ പരാതി കിട്ടിയതനുസരിച്ച്. ഈ ഒരു 2 പരാതിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് മുമ്പിൽ മനു എന്ന ഈ ഒരു കോച്ചിൻ്റെ അഗൻസ്റ്റ് അറിയുന്നത്. അതാണ് കേരള ക്രിക്കറ്റിന് അറിയുന്ന സംഭവങ്ങൾ. ഇത് വസ്തുതപരമായ സംഭവങ്ങൾ ഇതാണ്. ഇവിടെ നമ്മൾ മനുവിൻ്റെ പ്രവർത്തികൾ ന്യായീകരിക്കുന്നില്ല. വളരെ എന്താ പറയുക, നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു സംഘടനയിൽ സംഭവിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കൊണ്ടല്ലോ കുട്ടികളും പെൺകുട്ടികളും ചെറിയ കുട്ടികളും. പക്ഷെ നമുക്ക് 11 വയസ്സ് 13 വയസ്സ് കുട്ടികൾ ആ ഒരു രീതിയിലുള്ളവരുടെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സിൽ കൂടി തന്നെ നമ്മൾ പോകുന്നില്ല. പിന്നെ നമ്മൾക്ക് അന്നത്തെ ഈ പറഞ്ഞ പേരൻസിൻ്റെ അവരൊന്ന് പറയുന്നതൊക്കെ വെച്ചിട്ടാണ് രണ്ടാമത് എടുത്തത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുക. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിൽ പ്രതി ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷേ ഒരു മാനുഷികമായ അല്ലെങ്കിൽ നമ്മളൊരു അസോസിയേഷനിൽ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ഒരു ടാർഗറ്റഡായ ഒരു വ്യക്തിയായിട്ടാണ് ഇവരെല്ലാവരും വന്ന് ചിത്രീകരിച്ചത്. അത് ഈ പേരൻസ് ഒന്നും നിങ്ങൾ അന്വേഷിച്ചറിയാം, ഇൻഡിവിജ്വലി അന്വേഷിച്ചാൽ അവരാരും നിരാകരിക്കുന്നില്ല അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല. ഇതാണ് അന്ന് നടന്ന വാസ്തവം. പക്ഷെ നമ്മൾക്ക് ഒരു വീഴ്ച പ്രോപ്പറായിട്ട് എന്തോ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. അതിനോടനുബന്ധിച്ച് എന്ത് സംഭവിച്ചു, ഇനി കൂടുതൽ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു. അന്ന് ഈ രണ്ടാമത് എടുത്തപ്പോൾ തന്നെ ഒരു വനിതാ കോച്ചിനെയും കൂടി ഇവിടെ ആ കുട്ടിയുടെ ഒപ്പം മനുവിൻ്റെ ഒപ്പം ഒരു വനിതാ കോച്ചിനെയും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു കോച്ചിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. കൂടുതൽ ക്യാമറകൾ CCTV ക്യാമറകളൊക്കെ വെച്ച് നമ്മുടെ പ്രിക്കോഷൻസ് ഒന്നും തന്നെ എടുത്തിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്, നമ്മൾ മീഡിയയിൽ കണ്ടത് എന്താണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടും മനുവിനെ നിങ്ങൾ പിങ്ക് ടൂർണമെൻറ്റിന് അയച്ചു. പക്ഷെ മനുവിനെ പറ്റി കേരള ക്രിക്കറ്റ് അസോസിയേഷന് ആദ്യമായി ഒരു പരാതി കിട്ടി, റിട്ടണോ ഓറലിയോ നമ്മൾക്കൊരു പരാതി കിട്ടിയത് ഏപ്രിൽ 19-ാം തീയതിയാണ്. ആ പരാതി എന്താണെന്ന് വെച്ചാൽ ഇതൊരു പീഡനമോ അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻ്റ് പരാതിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഈ ഒരു പേരൻറ്റ് ഈ പേരൻറ്റ് ഈ പരാതി ഏപ്രിൽ 19 തന്നതിൻ്റെ കോപ്പി ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊരിക്കലും പറയുന്നത് എന്താണ്, മനു അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും 2022 മുതൽ ഇവിടെ മനുവിൻ്റെ കീഴിൽ ഡേറ്റ് അതിനകത്തുണ്ട്, ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ആദ്യമൊക്കെ മനു വളരെ നന്നായിട്ട് കുട്ടികളെ നോക്കിയിരുന്നു. നമ്മുടെ ഈ ഫസ്റ്റ് കേസിൻ്റെ സമയത്ത് ഈ പേരൻറ്റും ഈ കുട്ടികളും ഒക്കെ ഒരുമിച്ച് ആണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്, മനുവിന് അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്. അത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയാണ്. പക്ഷെ ആ പരാതികളിൽ മുഴുവൻ പറയുന്നത് മനു കേസ് കഴിയുന്നത് വരെയും ഈ കുട്ടിക്ക് നല്ല കോച്ചിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ ബിഹേവിയർ മാറി. വേറൊരു പുതിയൊരു കുട്ടി, ഒരു കാശുള്ള വീട്ടിലെ കുട്ടി വന്നപ്പോൾ, വീട്ടിൽ നെറ്റ്സക്കലിൻ്റെ കുട്ടി വന്നപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പരിശീലനം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ബാറ്റിംഗ് ഫാസ്റ്റ് ബോളിംഗ് കളിക്കാൻ പറ്റുന്നില്ല, സ്പിന്നാക്കുന്നു. ഇങ്ങനത്തെ പരാതികളാണ് കിട്ടിയത്, സെലക്ഷൻ സംബന്ധമായ പരാതികൾ. അതുകൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് മാറാൻ പോവുകയാണ്. ആ ഉള്ള രീതിയിലുള്ള പരാതി. ആ ഒരു പരാതിയിലും ഒരു സെക്ഷൽ ആയിട്ട് ഇത് കുട്ടികൾ ചെയ്തെന്നോ ബാക്കി കുട്ടികൾ ചെയ്തെന്നോ ഒന്നും പറയുന്നില്ല. വേഗമായിട്ടുള്ള ഇതേമാതിരി അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സെലക്ഷൻ കിട്ടാത്തതും മനു എന്ന കോച്ച്, ഞാനിത് കഴിയുമ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു രീതിയിലാണ് ഒരു പരാതി. എങ്കിലും ആ പരാതി കിട്ടുമ്പോഴും ഏപ്രിൽ 19-ാം തീയതി പരാതി കിട്ടി. മെയ് 5-ാം തീയതി അത് ഈ പേരൻറ്റിന് KC റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. KC അല്ല, ഡിസ്ട്രിക്റ്റിൻ്റെ ആണല്ലോ, ഡിസ്ട്രിക്റ്റിൻ്റെ കോച്ചാണ്. അപ്പം ഡിസ്ട്രിക്റ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു അന്വേഷിക്കാവുന്ന കാര്യം. അതിൻ്റെ കോപ്പി നമ്മൾ നിന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ 21-ാം തീയതി മനു KCയിൽ വന്ന് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി പറയുകയാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂർക്ക്
അദ്ദേഹത്തിൻ്റെ വൈഫ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു അക്കാഡമിയിലേക്ക് എനിക്ക് മാറിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു 21-ാം തീയതി. അപ്പോൾ നമ്മൾ ഈ പിങ്ക് ടൂർണമെൻറ്റ് നടന്നിരിക്കുന്ന സമയമാണ്. പിങ്ക് ടൂർണമെൻറ്റ് ആക്ച്വലി പെൺകുട്ടി കോച്ച് തന്നെയായിരുന്നു KCA ചെയ്തിരുന്നത്. അന്ന് നമ്മളുടെ കാലിക്കറ്റിൽ നിന്നുള്ളൊരു കുട്ടിക്ക് ഒരു എന്താ പറയുക ക്യാരിയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഒരു മെഡിക്കൽ എമർജൻസി വന്നതുകൊണ്ട് ആ കുട്ടി ഈ ഒരു പിങ്ക് ടൂർണമെൻറ്റിൽ ഈ ഉദ്ദേശിച്ച ടീമിൻ്റെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ടെമ്പററി അസൈൻമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ മനുവിൻ്റെ അടുത്ത് ആ ചാർജ് മനുവിന് കൊടുത്തു. എന്നിട്ട് പറയുന്നു നമ്മൾ നിങ്ങളുടെ വടി വാൾ മീൻസ് ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു ഇതുണ്ട്, ഒരു വൺ മന്ത് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിൽ സംസാരിക്കും. അതാണ് KCAക്ക് ആദക്കപ്പാട് കിട്ടിയ പരാതി എന്ന് പറഞ്ഞ കാര്യം. അതോടെ ഈ പിങ്ക് ടൂർണമെൻറ്റിൽ വെച്ച് ഈ പുതിയ ലേറ്റസ്റ്റ് പരാതിയായ ഈ കുട്ടി കാണുകയും ഇതേമാതിരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തിരിച്ച് നമ്മളിലേക്ക് വന്ന് അങ്ങനെയാണ് കേരള ക്രിക്കറ്റ് പറയുന്നത്. ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും ഈ കേസിനോട് സഹകരിക്കുന്നുണ്ട്. പോലീസിനോ ഈവൻ ഈ പറഞ്ഞ പരാതിക്കാരുടെ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി KCA ഇറങ്ങിത്തിരിക്കുന്നു, ഉന്നതർ അതിൻ്റെ പുറകിലുണ്ടെന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. രണ്ടാമത്, ഇപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേരൻ്റെങ്കിലും ഈവൻ നമ്മളുടെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പേരൻ്റ് പോലും KCAനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, KCA സെക്രട്ടറി ഫോൺ എടുക്കാറുണ്ട്, KCA സെക്രട്ടറി സംസാരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ KCA സെക്രട്ടറി ഇതിനെ പ്രൊട്ടക്ട് ചെയ്തെന്നോ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നോ എവിടെയും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ മനു ശിക്ഷിക്കപ്പെടണം, അത് തീർച്ചയാണ് ഞങ്ങളുടെയും നമ്മളുടെയും പൊതു സമൂഹത്തിൻ്റെയും ആവശ്യമാണ് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കപ്പെടണമെന്ന്. അതിന് KCA എപ്പോഴും ഈ കുട്ടികളുടെ ഒപ്പവും ജനങ്ങളുടെ ഒപ്പമാണ്. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ്, ഒരു ചെറിയൊരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ നിങ്ങളടുത്ത് പറയുമ്പോൾ 2010-12 കാലഘട്ടങ്ങൾ മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാഡമികളുണ്ട്. ഇവിടെ ജൂനിയർ താരങ്ങൾ ഇപ്പം ഇപ്പോൾ ഇന്ത്യ കളിക്കുന്ന മിന്നുമണിയും സജനയടക്കം ഞങ്ങളുടെ പ്രൊഡക്റ്റാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മൊത്തമായി ഒരു ഇൻഹൗസ് ട്രെയിനിങ് സിസ്റ്റത്തിൽ കൂടി ഈ ട്രെയിനേഴ്സ് കോച്ചസ് എല്ലാം ആൺകുട്ടി. ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കോച്ചാണ് വനിതാ ടീമിൻ്റെ കോച്ച്. അദ്ദേഹത്തിൻ്റെ കീഴിലും സുമൻ ശർമ്മയുടെ ഒപ്പമാണ് ആദ്യമായി ഒരു ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വനിതാ ക്രിക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഇന്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ നടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്, പിങ്ക് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, പല ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ ശ്രദ്ധാപൂർവവും കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതിനിടയിൽ ഇതേമാതിരി ചില എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത, ഞാൻ പറഞ്ഞല്ലോ ഇത്രയോ 10 വർഷം ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുവരെയും ഒരു മാതാവിനോ ഒരു പിതാവിനോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി കൂട്ടുകാരികളുടെ അടുത്തോ സഹോദരിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വിമൻ കോച്ചിൻ്റെ അടുത്തോ പ്ലേയേഴ്സിൻ്റെ അടുത്തോ ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല. അങ്ങനെ നേരത്തെ ശ്രദ്ധയപ്പെടുന്നത് 10 അപ്പോൾ അതിൻ്റെതായ ടാലൻ്റ് ഉണ്ടായിരിക്കാം. അല്ലാതെ നമ്മളെന്താ പറയുക, ഇവിടെ ആർക്കും ഇവിടെ ഇത്ര പേരൻസിൻ്റെ മുമ്പിൽ കോച്ചിങ് നടക്കുന്നു, ഈ ഒരു വനിതാ കോച്ച് കൂട്ടത്തിലുണ്ടാവുന്നു, ഈ ഒരു സമയത്തൊന്നും ഒരു പരാതികളും വരുന്നില്ല. ഇതിനിടയ്ക്ക് എന്താണ് ഒരു വനിതാ ടീമിൻ്റെ കുഴപ്പം? ഇപ്പം ഒരു മെൻ ടീമാണെങ്കിൽ ഒരു വനിതാ ടീമല്ല, ജൂനിയർ താരങ്ങളും വനിതാ താരങ്ങൾക്കും ഒരു ടൂർണമെൻറ്റുകളില്ല കേരളത്തിൽ, കുറച്ച് വനിതകൾക്കായിട്ട് ക്ലബ്ബുകളില്ല. അതുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്റർ ഡിസ്ട്രിക്ട് ടീമുകൾ ഉണ്ടാക്കുന്നത്. ആണുങ്ങൾക്കൊരു ക്ലബ് ഇഷ്ടമായി കേരളത്തിൽ 2000 ചില ക്ലബ്ബുകൾ പല ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. 18 മുതൽ മുകളിലേക്കുള്ളവരും 17 മുതൽ പല ക്ലബ്ബുകൾ കളിക്കുന്നു, ടൂർണമെൻറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ KCAയുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 14 വയസ്സുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും മതിയായ ടൂർണമെൻറ്റുകളില്ല. കാര്യം ടൂർണമെൻറ്റുകൾ ക്ലബ്ബുകളാണ് നടത്തുന്നത്. കേരള ക്രിക്കറ്റ് നടത്തുന്നുണ്ട്, പക്ഷേ അതും 14, 13 അങ്ങനെയുള്ളവരുടെ ഇന്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ, അങ്ങനത്തെ മാച്ചുകൾ. ഈവൻ BCCI തന്നെ ഇപ്പോഴാണ് ജൂനിയർ വനിതാ ടൂർണമെൻറ്റുകൾ തുടങ്ങിയത്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇതേമാതിരി കോച്ചുകൾ മാതാപിതാക്കൾ പിരിവിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഈ പറഞ്ഞ ചെറിയ ടൂർണമെൻറ്റുകൾ. ശരിക്കും ഞങ്ങളുടെ ഒരു സിസ്റ്റം, ഒരു ടൂർണമെൻറ്റ് ക്ലബ്ബ് രജിസ്റ്റേർഡ് ക്ലബ്ബ് നടന്ന ടൂർണമെൻറ്റ് KCA അപ്രൂവൽ വാങ്ങിക്കണം. ആ KCA അപ്രൂവലാണ് രജിസ്റ്റേർഡ് ടൂർണമെൻറ്റ്. അപ്പോൾ വനിതകൾക്ക് വേണ്ടി അങ്ങനെ KCA നടന്ന ടൂർണമെൻറ്റുകളും എറണാകുളത്ത് ചില വനിതാ ടൂർണമെൻറ്റുകളൊക്കെ ഉണ്ട്. വളരെ കുറച്ച് ടൂർണമെൻറ്റുകളേ ഉള്ളൂ.
അതിപ്പോൾ എന്ത് ചെയ്യും, ഇവർ കാശ് ഈ പറഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് കാശ് പിരിച്ചിട്ട് പലയിടത്തും പോയി ഈ ചെറിയ ചെറിയ ടൂർണമെൻറ്റുകൾ മാതാപിതാക്കൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു തെങ്കാശി എന്ന് പറഞ്ഞ കഥ, ഈ തെങ്കാശി പറഞ്ഞ കഥ കേരള ക്രിക്കറ്റിനോ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനോ വിട്ടതല്ല. ഇതേമാതിരി ഈ പേരൻസ് അതേ പറഞ്ഞാൽ അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പേരൻസ് ഈ ഇത്രയും അവർ തന്നെ കാശ് കൊടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ഈ കോച്ചിൻ്റെ ഒപ്പം വിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പേരൻ്റ് എപ്പോഴും വേണമെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ഞങ്ങളുടെ മൊഴികളിൽ അവരുടെ പേരൻസിൻ്റെ മൊഴികളിലും കുട്ടികളുടെ മൊഴികളിലും ഒക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലും. ഇവിടെ പ്രാക്ടീസ് നടക്കുമ്പോൾ ഒരു പേരൻ്റ് ഒപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് തെങ്കാശിക്ക് ഇവർ തനിച്ചു വിട്ടു. ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല. അങ്ങനെ ഒരു വിശ്വാസം ആ പേരൻസിനുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ അടുത്തും വന്ന് പറയുന്നത് മനു നിരപരാധിയാണ്, ഇത് ട്രാപ്പാണെന്ന് പറയുന്നത്. കോടതിയിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അതേപോലെ ആ പറഞ്ഞ ഈ നീചനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡുകൾ പറയാൻ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. അത്തരം ഒരു പ്രവൃത്തിയാണ് നടന്നത്, അതിന് നമ്മൾ ന്യായീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഫാക്ട്സും വസ്തുതകളും ഇതാണ്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കും? നമ്മൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയാണ് ടി വി ഷോയിൽ നിന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾക്കൊരു 3 കമ്മിറ്റി, ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളിൽ 3 കമ്മിറ്റികൾ വേണം, അല്ലെങ്കിൽ 3 ലേഡീസിലുള്ള ഒരു കമ്മിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അതിന് അന്ന് സാംബശിവ ശർമ്മ അപെക്സ് കൗൺസിൽ ചർച്ച ചെയ്ത കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു സുപ്രീം കോടതി അപ്രൂവ്ഡ് ബൈലോ, ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ, ദയവേത് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നമ്മളൊരു കാര്യങ്ങൾ ഫാക്ട്സ് പറഞ്ഞുകൊണ്ട് വരികയാണ്. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റെവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതിന് നമ്മൾ കറക്റ്റ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി ഒരു സംഭവം ഇത് ആവർത്തിക്കാൻ പാടില്ല ഒരു സ്പോർട്സിലും, അല്ലെങ്കിൽ എവിടെയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഇനി വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് നടന്ന തെറ്റുകൾ ഞങ്ങൾ തിരുത്തുക. അന്ന് സംഭവിച്ചത് എന്താണ്? സുപ്രീം കോടതി ബൈലോ പ്രകാരം ഞങ്ങൾക്ക് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഓംബുഡ്സ്മാനായിട്ടുണ്ട്. അവർ ഓംബുഡ്സ്മാൻ എത്തിക്സ് ഓഫീസറാണ്. ഞങ്ങളുടെ ഇൻറ്റേർണൽ സിസ്റ്റം കറക്റ്റ് ചെയ്യാനും അതുമാതിരി തന്നെ പുറത്തുനിന്നുള്ള ഗ്രീവൻസസ് എടുത്ത് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അന്ന് നമ്മുടെ സെക്രട്ടറി പറയാൻ ശ്രമിച്ചത് മാധ്യമങ്ങളുടെ കൂടി. ഞങ്ങൾക്ക് ഇങ്ങനൊരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് ഓക്കെ, ഞങ്ങൾക്ക് ലോ പ്രകാരം നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് രാജ്കൊണ്ട് അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അതുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ പലയിടത്തും സംസാരിച്ചു. അപ്പോൾ ഒരു 3 കമ്മിറ്റിയിൽ ഒരു വനിതാ മാധ്യമപ്രവർത്തകയാകാം, അല്ലെങ്കിൽ ഒരു വനിതാ ഒരു പൊതുപ്രവർത്തകയാകാം, കേസ് ചെയ്യുന്നതിനുള്ള ഒരു വനിതയാകാം. അപ്പോൾ കുട്ടികൾക്ക് ഒരു വന്ന് സംസാരിക്കാനുള്ള ഇത്, അതിലും എല്ലാ മാസവും ഈ പറഞ്ഞ കുട്ടികളെടുത്ത് വനിതാ ക്യാമ്പുകൾ നടക്കുന്നിടത്ത് ഇവർ സന്ദർശിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോയെന്ന്. കാര്യം ഇതിനകത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പല കോച്ചുമാർ സീനിയേഴ്സ് കോച്ചുകൾ സംസാരിച്ചപ്പോൾ ഈ ഒരു ബോഡി ടച്ചുള്ള ഗെയിമുകളിൽ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകില്ല. കാര്യം കോച്ച് ഇത് കറക്റ്റീവ് മെഷേഴ്സിനാണോ പിടിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ക്യാമറയിൽ BCCIക്ക് അയച്ചു കൊടുത്ത് അപ്പർ ബോഡി സ്ട്രെങ്ത് എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്, അല്ല ഈവൻ പേരൻസ് അറിയുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ പേരൻസ് സമ്മതിക്കുമോ ഈ അന്നറിഞ്ഞിരുന്നെങ്കിൽ? ഇതെല്ലാം നടക്കുന്നത് 2018 കഥകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ആ പേരൻസിനെ വിശ്വാസത്തിലെടുത്തു. അല്ലെങ്കിൽ ഒരു കുട്ടി പോലും വീട്ടിൽ പറഞ്ഞാൽ വീട്ടിലെ പേരൻസ് സമ്മതിക്കുമോ? അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റോ നടക്കുമല്ലോ. അപ്പോൾ അത് ഈ കുട്ടികളുടെ അജ്ഞതയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇത് ഏപ്രിൽ മുതൽ ഞങ്ങൾ ചർച്ചയുണ്ട്. നമ്മുടെ എറണാകുളത്ത് ദിൽസെ എന്നുള്ളൊരു ഏജൻസി, ഒരു NGO, അവരുമായിട്ട് ചർച്ചയിലാണ്. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ക്ലാസ് ഈ പറഞ്ഞ ആദ്യം അവർ പറയുന്നത് സ്റ്റാഫ്, കോച്ച് അങ്ങനെയുള്ളവർക്ക് ക്ലാസ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളിലേക്ക് വരും. അതിനുവേണ്ടി എറണാകുളത്ത് ഇന്ന് ഈ പ്രാവശ്യം 15-ാം തീയതി നമ്മുടെ ഹൈവേ NH നമ്മൾ മൺസൂൺ എംപ്രസ് എന്ന ഹോട്ടലിൽ നമ്മൾ രാവിലെ മുതൽ 80 സ്റ്റാഫ്, എല്ലാ ജില്ലയിൽ നിന്നുള്ള സ്റ്റാഫ് കോച്ചസിനൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സെഷൻസ് ആരംഭിക്കുകയാണ്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതേമാതിരി തന്നെ നമ്മൾ ഈ ഒരു മനുവിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ BCCIയിലല്ല നമ്മൾ മറ്റ് സ്റ്റേറ്റ് അസോസിയേഷൻസിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഒഫൻഡറായിട്ട് ഇങ്ങനെ ഒരു പോസ്കോയിൽ പ്രതിയാണ്. അതുകൊണ്ട് ഈ ഒരാളെ ജോലിക്കെടുക്കരുന്നുള്ള രീതിയിൽ ബാക്കിയുള്ള അസോസിയേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇനി ജില്ലകളിലും സ്റ്റേറ്റ് അസോസിയേഷൻസിൽ നമ്മുടെ ഒരു തീരുമാനമെടുത്തത്, ഓഫീസ് ബേറേഴ്സ് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തത്, ഇനിയുള്ള അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ പുതിയ ഒരു ജോലിക്കെടുക്കുന്ന
സ്റ്റാഫിനെയോ കോച്ചസിനെയൊക്കെ ഒരു പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ചൈൽഡ് ഇപ്പോൾ നമ്മുടെ ഈ മനുവിൻ്റെ ഈ കോച്ചിൻ്റെ കീഴിൽ ഇത്രയും നാൾ ഈ പറഞ്ഞ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും എല്ലാം ഇത് ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ബാലാവകാശ കമ്മീഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു എഡ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ അവരുടെ തിരിച്ച് കാര്യം ഇതിനകത്തൊരു നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനകത്ത് അനുഭവിക്കുന്ന വെച്ചാൽ ഒന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ക്ലബ്ബുകളില്ല, ടൂർണമെൻറ്റുകളില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഡിസ്ട്രിക്ട് അക്കാഡമികളിൽ കൂടിയും ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിൽ കൂടിയൊക്കെ. അപ്പോൾ ഇങ്ങനൊരു അന്തരീക്ഷം ഇത് പുറത്തേക്ക് വരുമ്പോൾ നാളെ കുട്ടികളെ വിടാൻ പേരൻസ് മടി, വനിതാ ക്രിക്കറ്റുകൾ തന്നെ നിന്ന് പോകും. അതും ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വനിതാ ആരെങ്കിലും വിടുമോ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നിജസ്ഥിതി ജനങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ വനിതകൾ വരില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ആദ്യമായിട്ടൊരു ഏഷ്യ കപ്പിൽ മിന്നുമണിയും സജിനയും ആശയും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തൊരു സ്റ്റേറ്റാണ് അത്. KCAയുടെ പ്രോഡക്ട്സാണ്. അവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടി ചെറുപ്പത്തിലെ വന്ന് കടന്നുപോയിട്ടും ഇതുവരെയും ഒരു പരാതികൾ വന്നിട്ടില്ല. എവിടെ ഒറ്റപ്പെട്ട സംഭവമാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതായിരിക്കട്ടെ എന്നാണ് KCAയുടെ ആഗ്രഹം. പോകുമ്പോഴാണ് പലപ്പോഴും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പറഞ്ഞു തെങ്കാശി കേസിയുടെ അനുമതിയിലെ കേസ് അംഗീകാരം പറഞ്ഞു. കേസിയുടെ കോച്ചാണ് മാലു എന്ന് പറയുന്ന ആള്. മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം കൊണ്ടുപോയാലും അത് മാലുവിനെ ചോദിച്ചിട്ട് അത് തടയേണ്ട ചുമതല കേസിൽ ഉണ്ടായിരുന്നില്ലേ? അത് ഒഴിഞ്ഞു പറഞ്ഞത് ശരിയാണോ? ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു രീതിയിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. ഇത് ഞാൻ പറയുന്നത് ഇപ്പം സംഭവം ശരിയാണ്. നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? എന്നാൾ തൊട്ട് താഴെ മൂക്കിൻ്റെ കീഴിൽ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ തെങ്കാശിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ ഞങ്ങളുമായൊരു സംഘടന വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിവിടെ വൺ ഡേ മാച്ചുകളിലും ഞാൻ പറയുന്നത് കൊണ്ടുപോകുന്നത് അറിയണ്ടേ KCA? അതാ പറഞ്ഞാൽ KCAയുടെ ചെലവിലല്ല, മാതാപിതാക്കൾ പിരിവിട്ട് കൊണ്ടുപോവുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിലോ ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ മനുവിനെ വിശ്വസിച്ച് നമ്മളതാ പറഞ്ഞത്. ഞങ്ങളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, KCA അല്ലെങ്കിൽ സെക്രട്ടറി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കോച്ചസിന്, റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടുകളിൽ ഒന്നും തെങ്കാശിയില്ല. തെങ്കാശി വരുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എത്ര നാൾ തെങ്കാശി, എന്ന് മുതൽ തെങ്കാശി, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുമല്ലോ എവിടെയൊക്കെ കൊണ്ടുവന്നു. ഇതൊന്നും KCA അനുവദിക്കുന്നില്ല. KCA അറിയുവാണെങ്കിൽ KCAയുടെ വോച്ചറുകളിലോ ഇന്ത്യൻ വോച്ചറുകളിലോ ഒരിക്കലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സാമ്പത്തിക ഭദ്രതയുടെ ഒരു പ്രസ്ഥാനം കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് കൊടുക്കും. കാരണം എല്ലാ ചിലവുകളും നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് വിമൻ ടീമിന്. എല്ലാ ട്യൂഷൻ ഫീസ് മുതൽ അക്കാഡമി എല്ലാ ഫീസുകളും KCA ചെറുപ്പം മുതൽ കൊടുക്കുന്ന ഒരു സംഘടന തെങ്കാശിക്ക് ഒരു കോച്ച് വന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകാൻ പറയും. അതാണ് പറയുന്നത്. കാരണം ഇവിടെ ഇതിന്റെ മുറ്റത്ത് കളിക്കുന്ന കുറച്ച് കുട്ടികളെ ഇവിടുത്തെ ഒരു കോച്ച് എങ്ങോട്ടോ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ KCA അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഒരു മറുപടി വന്നത്? ഞാനതല്ലേ പറഞ്ഞത്. അതെങ്ങനെ ടെക്നിക്കലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ കീഴിലുള്ള ഒരു കോച്ച് ഏതോ അതും അപകടകരമായ ഒരു അവസ്ഥയിലല്ലേ അത് പോയത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ പറയുന്നു. ഇത് ഈ എവിടെയെങ്കിലും പറയണ്ടേ, എവിടെയെങ്കിലും അറിയണ്ടേ? മാതാപിതാക്കൾ എപ്പോഴാണ് കൊണ്ടുപോയത്? കോച്ചിന് നമ്മൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കോച്ച് മന്ത്ലി റിപ്പോർട്ട് തരണം. ഇവിടെ ഒന്നും ഈ തെങ്കാശിയില്ല. അതാ ഞാൻ പറയുന്നത്. ഇവിടുത്തെ മാതാപിതാക്കൾ, ഇത് വിമൻ ക്രിക്കറ്റിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 14 വയസ്സിൽ താഴെയുള്ള ടൂർണമെൻറ്റുകളില്ല. ഇവിടെ കുറേ ക്ലബ്ബുകൾ എന്ത് ചെയ്യും, ജോയിൻ്റ് ആയിട്ട് ഇവർ പോകുന്നത് ഇവിടുത്തെ കോച്ചുകൾ മാത്രമായിട്ടായിരിക്കില്ല. ഇപ്പം എറണാകുളത്തൊക്കെ നടക്കുന്ന ഒരു പ്രവണത, അതായത് അണ്ടർ 14 പല ക്ലബ്ബുകളിലും കുറച്ച് കുട്ടികളുണ്ടാവും. അവരെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പേരൻസ് പിരിച്ച് എടുത്തിട്ട് പോവുകയാണ്. അത് അസോസിയേഷൻ അറിയിക്കുന്നില്ല. അത് ഞായറാഴ്ച ദിവസങ്ങളിലാകാം, അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സിലായിരിക്കാം. മനസ്സിലായില്ല? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ ഇങ്ങനൊരു ജൂൺ 12-നാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. ജൂൺ 12-നാണ് ഈ മനു അറസ്റ്റിലാകുന്നത്. ഇന്നിപ്പോൾ തീയതി എത്രയാണ്? ഇന്ന് ജൂലൈ 12. എന്താണ് ഒരു മാസം നിങ്ങൾ ഈ റിയാക്ഷൻ വൈകിയതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ഒരു മാസം എടുത്ത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അറസ്റ്റിലായല്ലോ. ജൂൺ 12 നിങ്ങളുടെ കോച്ച് അറസ്റ്റിലായി. ഒരു മാസം നിങ്ങൾ എടുക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസം വിശദീകരണം ചോദിക്കുന്നു. ഒരു മാസം എന്തുകൊണ്ട് നിങ്ങൾ വൈകി എന്നുള്ളതാണ് ചോദിക്കുന്നത്.
എന്തിന് നമ്മളൊരു ഈ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളുടെ മുൻ സെക്രട്ടറി പോയിരുന്നു. അല്ല, അത് ഏതെങ്കിലും ഓരോ ചാനലിലല്ല, എന്തുകൊണ്ടാണ് കേസ് ഔദ്യോഗികമായിട്ട് അതൊരു വിശദീകരണം നൽകാതെ? അല്ല, നമ്മൾ പഠിച്ച് പറയാൻ വേണ്ടി മാസം എടുത്തു നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ കോടതിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, പോലീസിന്റെ കാര്യങ്ങൾ എടുത്തു. അതുകൊണ്ട് അദ്ദേഹം 2-ാം ദിവസമോ 3-ാം ദിവസമോ അറസ്റ്റിലായി ഇല്ലേ? അപ്പോൾ എവിടെയാണ് കേസിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അവരെ? സംരക്ഷിക്കാൻ ശ്രമിച്ചതല്ല പറഞ്ഞത്. സമ്മതിച്ചു, ഞാൻ മീഡിയനെ വന്നില്ല, മീഡിയ മുമ്പിൽ കണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായി പോയി. പക്ഷേ നമ്മൾ ഞങ്ങൾ ഇതിനൊരു പ്രയോറിറ്റി കൊടുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഒരു ടൂർണമെന്റ്, വലിയൊരു ടൂർണമെന്റിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മളന്ന് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അറിയാമല്ലോ, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ സ്റ്റാറിൻ്റെ ടൈം ബ്ലോക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ വിൻഡോ വളരെ ക്രൂഷ്യലാണ്. ഞാനത് ഇത് മാറ്റിക്കൊണ്ടു പോകല്ല, ഇത് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിൽ 1 മാസമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. ഇത്ര ഷോർട്ട് ഒരു സെപ്റ്റംബറിൽ 6 ടീമുകളെ കൊണ്ടുവരണം, അതിൻ്റെ പ്ലേ സ്കൂളുകൾ ഉണ്ടാക്കണം, അതിന് കറക്റ്റായിട്ടുള്ള വെന്യൂ വേണം. ഇപ്പം ഇപ്പോൾ ലാലേട്ടനെ പോയി കണ്ടു, അദ്ദേഹം വരുന്നു. അതുപോലെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇത് ഡൈവേർട്ട് ചെയ്യുകയല്ല കേട്ടോ. ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് KCAക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാവരും പേർക്ക് IPL, TNPL, KCL ഇത് കാശുണ്ടാക്കുന്ന ടൂർണമെൻറ്റുകളല്ല. KCAക്ക് BCCI ഇഷ്ടംമാതിരി ഫണ്ട് തരുന്നു. ഇത് നമ്മുടെ ഉദ്ദേശവും ഞങ്ങളുടെ ജനറൽ ബോർഡ് തീരുമാനിച്ചതും ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഒരു ബെനവലൻ ഫണ്ട് ഉണ്ടാക്കി മുൻ താരങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഈ പറഞ്ഞ KCA അല്ലെങ്കിൽ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും കളിച്ച താരങ്ങളുണ്ട്, വിമൻ ക്രിക്കറ്റേഴ്സ് ഉണ്ട്. ഈ അന്ന് പഴയ വിമൻ ക്രിക്കറ്റ് ഇപ്പം എല്ലാം വെൽ പെയ്ഡാണ്. അതുപോലെ അമ്പയേഴ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ അൻലേട്ടൻ, അദ്ദേഹം മരിച്ചിട്ട് 1 വർഷമായി കഴിപ്പിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഡോ ഉണ്ട്. അങ്ങനെ അവരൊക്കെ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഈ കുറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലബ്ബുകളുണ്ട്. അപ്പം ഞങ്ങളുടെ ഫോക്കസ് അവിടെ ആയിപ്പോയി. അപ്പോൾ ഈ ഒരു സംഭവം നടന്നു, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശ്രീജിത്തിനെ ഏൽപ്പിച്ചത് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങൾ അദ്ദേഹമാണ് അറിയാവുന്നത്. പിന്നെ ഞങ്ങളൊന്നും ഇതേവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളറിയാം, ഞാനോ വിനോദം അങ്ങനെ മീഡിയ ഫ്രണ്ട്ലി എന്നല്ല, അങ്ങനൊരു എന്താ പറയുക, ഒരു കൗണ്ടർ പോയിന്റിലോ അങ്ങനെ നിന്ന് ഒരു ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടി രാവിലെ മുതൽ ഉറക്കം നിന്ന് പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കുട്ടികളെ പരിശീലനത്തിൽ മാതാപിതാക്കൾ പോലും മടി. പൊതുസമൂഹം അത്രത്തോളം പേടിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കൂടുതലായിട്ട് ക്രിക്കറ്റ് അടക്കമുള്ള കായിക മേഖലയിൽ വിടാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇങ്ങനെ വിഷയം ഉണ്ടാകുന്നത്. അതിനോട് പ്രതികരിക്കാൻ നമ്മൾ ഒരുപാട് വൈകി, വീഴ്ച സമ്മതിക്കുകയും ചെയ്യുന്നത്. പൊതുസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട് ഇക്കാര്യത്തിൽ. ഞാൻ അതാണല്ലോ പറഞ്ഞത്, പൊതുസമൂഹത്തിന് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റ് ഒരു ക്ലബ് കൾച്ചർ ഇല്ലാത്തൊരു ടൂർണമെൻറ്റ്, അത് ഒരു രീതിയിലോ ഞാൻ പറഞ്ഞു. ആൺകുട്ടികൾക്ക് ക്ലബ്ബുകൾ ഇഷ്ടംമാതിരി ക്ലബ്ബുകളുണ്ട്, അതേപോലെ തന്നെ ടൂർണമെൻറ്റുകളുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് അതൊന്നുമില്ല. ഒള്ളി KCA മാത്രമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കാഡമികൾ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭീതി ഉളവാക്കുന്നത് തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ മോളെ വിടില്ല, ശരിക്കും എങ്ങനെ വിടും? ഇത് ഓക്കെ, അതിന് വീഴ്ചയുണ്ട്. ഞങ്ങൾ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സാണ് നിങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് KCA ഒരിക്കലും ഇത്തരക്കാരുടെ കൂടെ അല്ല. KCA എപ്പോഴും ടീം പ്ലേയേഴ്സിൻ്റെയും അല്ലെങ്കിൽ KCA ക്രിക്കറ്റിൻ്റെയും കൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇൻറ്റേർണൽ കമ്മിറ്റി ഞങ്ങളത് ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ബൈലോ പ്രകാരം ഉണ്ടെന്നുള്ള ഇതിലിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ്, ഇതിന് തിരിച്ചു കുട്ടികളെ കൊണ്ടുവരണം. തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ 2022 ഈ ഒരു പരാതി വരുന്നു. അന്ന് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ. BCCI അംഗീകരിച്ച സുപ്രീം കോടതി ബൈലോയിൽ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. പിന്നെ അത്ര പരാതി എന്ത് പറ്റി? ആ പരാതി ഒരു ഫ്രെയിം ചെയ്ത പരാതിയാണെന്നും പോലീസ് അന്വേഷിച്ചു. അത് ആ സമയത്തും നമ്മൾ ഓംബുഡ്സ്മാനുണ്ട്, ഇപ്പോഴും ഓംബുഡ്സ്മാനുണ്ട്. പക്ഷേ അത് പോരാ. അതിനു വേണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത് എന്തുകൊണ്ട് KCA ചെയ്തില്ല, KCAക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇനി പഴയ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചു. നമ്മൾക്ക് ഇപ്പൊ ഈ കേസ് ഓംബുഡ്സ്മാൻ അറിഞ്ഞോ? ഇങ്ങനെ പരാതി ഇവിടെ വന്ന കാര്യം ഞങ്ങൾ ഓംബുഡ്സ്മാനെ കണ്ട് പ്രതികരണം എടുക്കുമ്പോൾ ഓംബുഡ്സ്മാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സെക്രട്ടറി അറിയിച്ചതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഒരു കംപ്ലൈൻറ്റിൻ്റെ എങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം അറിയിക്കേണ്ടത് പോലീസാണ്.
ഇപ്പോൾ ഓംബുഡ്സ്മാൻ അന്വേഷിച്ചാലും ഒരു കംപ്ലൈൻറ്റ് അവസാനം അവർ ഈ കുറ്റവാളിയെ ശിക്ഷിക്കണമെങ്കിൽ പോലീസ് വേണം. ഇവിടെ ഓൾറെഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പോലീസ് അത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ജിമ്മ് ഓപ്പറേഷൻ അല്ലേ? ജിമ്മ് KCI ജിമ്മ് ഓപ്പറേഷൻ നടക്കുന്നില്ലേ? KCI ജിമ്മിൽ വനിതാ ട്രെയിനേഴ്സ് ഉണ്ടോ അവിടെ? ഇവിടെ ഇപ്പോൾ ട്രെയിനേഴ്സ് ഇല്ല, ജസ്റ്റ് ജിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നവർ, ട്രെയിൻ ചെയ്യുന്നവർ അവിടെ വന്ന് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 14, 15, 12 വയസ്സുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് ആരാണ് അവിടെ സേഫ്റ്റി കൊടുക്കുന്നത്? അത്രയും കൊച്ചു കുട്ടികൾ അവിടെ അങ്ങനെ ഇത് വരത്തില്ല. അതാണ് നമ്മുടെ ഇൻസിഡന്റ് ഒന്ന് ജിമ്മിൽ കുട്ടികൾ വന്ന സമയത്താണ്. അത് ഞാൻ പറഞ്ഞിട്ട്, ജിം എന്ന് പറയുന്നത് ഏറ്റവും മേളത്തെ ഫ്ലോറിലാണ്. നമ്മുടെ ജിമ്മിന് അതുവരെ നമ്മുടെ ക്യാമറകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളും അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇത് ടോയ്ലറ്റിനകത്ത് വെച്ചിട്ട് എങ്ങാണ്ട് ചെയ്തു, അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജിമ്മിനകത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്തോ നമുക്കറിയാമല്ലോ ഇത് വെക്കാൻ പാടില്ല. അപ്പം ക്യാമറ നമ്മളൊരു 30 days ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരാതി വന്ന സമയത്തും പോലീസ് ഇത് ചോദിക്കുന്നത് അതെല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്കെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അല്ല നമ്മള് അത് ഒന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ജിമ്മിന് അതുവരെ ക്യാമറ ഉണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഈ ഹാളിന് ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്, ബാക്കിൽ ക്യാമറ ഉണ്ട്, ചുറ്റും ക്യാമറ ഉണ്ട്, ഈ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ട്. നമ്മള് ഈ അലോവഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഈ 2022 പരാതി കേസ് അറിയുന്നത് പോലീസ് വന്നിട്ടാണ് എന്ന് പറയുന്നത് കള്ളമല്ലേ? കാരണം ഇതിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ആ പരാതി ഉണ്ടാകുന്നതും ഇവിടുത്തെ സെക്യൂരിറ്റി അടക്കം നോക്കിക്കുമ്പോഴല്ലേ ആ കുട്ടി പരാതിയായിട്ട് പോകുന്നതും ഒക്കെ. അത് മാത്രമല്ല, അന്ന് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ആൺകുട്ടികൾ പറയുന്നത് ഈ KCIയുടെ മുറ്റത്ത് അന്ന് രാത്രി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി അടക്കം ഇരുന്ന് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇരുത്തി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അങ്ങനെ KCI കേസ് അറിഞ്ഞിട്ടില്ല, പോലീസ് വന്നപ്പോഴേ അറിയുന്നത് പറയുന്നത്. അപ്പോൾ അന്ന് ഞാനായിരുന്നു ജില്ലാ സെക്രട്ടറി. എന്റെ അടുത്ത് അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനത് വേണമെങ്കിൽ ആ പറഞ്ഞ ആൾക്കാരടുത്ത് ചോദിച്ചാൽ അലിഗേഷൻ വന്നിട്ടുണ്ട്. ഇല്ല, അത് ഞാനിപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അലിഗേഷൻ വന്നത്. അല്ല, ഇത് ആദ്യം രക്ഷിതാക്കളെ എല്ലാം ഇരുത്തി സംസാരിച്ച് ഞങ്ങൾ കൂടെ ഉണ്ട്. ഇല്ലില്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യത്തെ കംപ്ലൈന്റ് ഉള്ള കുട്ടിയെ പോലും കണ്ടിട്ടില്ല. നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു, ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി അവര് തെറ്റിദ്ധരിച്ച് വേറെ ആൾക്കാര് സംസാരിച്ചു എന്ന് നമുക്കറിയത്തില്ല. സെക്യൂരിറ്റി റിപ്പോർട്ട് ചെയ്തില്ല സംഭവം വൈകിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ. അല്ല, ഇങ്ങനൊരു കാര്യമല്ല. ഈ ഇവിടെ എന്തോ ഒരു ചെറിയൊരു കശവിശ നടന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നതും അതിന് പിന്നാലെയാണ് ഈ മറ്റ് പാരൻസും ഒക്കെ വന്നിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അന്ന് നമ്മുടെ KCI സെക്രട്ടറി ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ശ്രീജിത്തായിരുന്നു. ഇത് മറ്റ് പാരൻസ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഏതോ ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കുകയും പിന്നെ എന്തോ വോയിസ് ക്ലിപ്പുകളും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തതും ഈ ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് നമ്മൾ പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ പരാതി വന്നെന്നും ഇവിടെ തമ്പാനൂരിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആക്കി കൺട്രോൾമെന്റിലാക്കിയിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ പോലീസ് കമ്മീഷണർ അപ്പോൾ പരാതി കൊടുത്തു. ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പാരൻസ് ചിലപ്പോൾ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പം അനുവിന്റെ പരാതികൾ വന്നപ്പോൾ കടുത്ത സംവിധാനങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നടപ്പാക്കുന്നു, പിന്നെ വിമൻസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അന്ന് ഇത് സെറ്റിൽ ആവുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടി പരാതി ഒന്നും എടുക്കാൻ? അതാണ് ഇപ്പൊ നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ ഭാഗത്ത് വന്ന ഒരു വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതാണ് നമ്മുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു വീഴ്ച. ഇത് നോക്കുമ്പോൾ അന്ന് എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതി ഇങ്ങനെ വരുന്നു. അപ്പോൾ മറ്റ് പാരൻസ് ഒക്കെ പറയുന്നു ഇത് എന്തോ സെലക്ഷൻ റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണെന്ന് പറയുന്നു. ഈ പരാതിക്കാരിയായിട്ടുള്ള അവര് അധികം നാൾ ഇവിടെ വന്നിട്ടുള്ളവരല്ല, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇതറിയത്തില്ല. ഈ വന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന പാരൻസ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം എപ്പോഴും ഓഫീസിലോട്ട് വരുമ്പോഴും ഒക്കെ കാണുന്ന പാരൻസാണ്. ഈ ഫ്രണ്ടിൽ ആ സീറ്റിലൊക്കെ മിക്കവാറും പ്രാക്ടീസ് നടക്കുമ്പോൾ കാണുന്ന പാരൻസ് വരുന്നു, കുട്ടികളും എന്ന് പറയുന്നു. എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ ഇത് ചെയ്തിട്ട് അവർ പോയിട്ട് ഇത് ഒരു തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് നമ്മളടുത്ത് പറയുന്നു. അപ്പം നമ്മുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ സ്ഥിരം കാണുന്ന ആൾക്കാരുമാണ് ഈ കുട്ടികളുമാണ്. ഇവിടെ സ്ഥിരമായി വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമാണ് നമ്മളടുത്ത് ഇങ്ങനെ അവിടാണ് നമുക്ക് പറ്റിയ വീഴ്ച.
അത് ഇപ്പം നമ്മളത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. കാരണം എന്നിട്ട് അല്ല, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ ഇതിൽ കാണുമ്പോൾ അവരൊന്ന് പറയുന്നു, ഇത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് അധികം ഇതാകാതെ തന്നെ ബെയില് കിട്ടുന്നു, ഇത് കഴിഞ്ഞിട്ട് കോടതി അക്യൂട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഇപ്പോഴ് ഉള്ളൊരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അവർ ഇത് മാറി എന്തോ കോംപ്രമൈസ് ചെയ്തു, അതിനുള്ള പ്രൂഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ശരിക്കുമുള്ള കംപ്ലൈനൻ്റ് ആയിട്ടുള്ള ചില പാരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തുള്ള പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് അക്യൂട്ടിൽ വരുന്നു. പിന്നെ ഇത് ഈ പൊതുവിലുള്ളൊരു അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഇതുമായിട്ട് നിന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ പണ്ട് മുതൽ ജൂനിയർ ഇതിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്, കോച്ച് ഇതായിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നു. പാരൻസ് ഒന്നും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അതിന് മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇവിടെ കളിക്കുന്ന ഇവിടെ വരുന്ന സെൻറ്ററിലുള്ള ആരും അങ്ങനെ ആ കേസിൽ ഈ മനുവിനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷെ ആ ജഡ്ജ്മെന്റ് വായിച്ചാലറിയാം, ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട് പരാതിക്കാരിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളും ഇവിടെ പഠിച്ച മറ്റു കുട്ടികളും കോടതിയിൽ പോലീസിൽ കൊടുക്കാൻ മൊഴി മാറ്റി പറഞ്ഞാൽ ഹോസ്റ്റലായതുകൊണ്ട് മനുവിനെ വെറുതെ വിടുന്നു എന്നാണ് ആ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവും, അവർ 100% അവർ ഹോസ്റ്റലാണെന്ന് മനസ്സിലാവും. ഈ ശ്രീജിത്താണ് ശ്രീജിത്ത് ഒരു അഭിഭാഷകൻ കൂടിയാണത് ആണല്ലോ. ഒരു കോമൺ സെൻസ് മതിയല്ലോ. ഇപ്പോൾ അവർ പറയുന്നു അന്ന് ഈ കുറച്ച് കുട്ടികളും അവർ രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ട് മനുവിന് വീണ്ടെടുത്തു, അത് പിഴവായി പോയി എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്തൊരു ന്യായമുണ്ട്? ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലേ? കാരണം ഒരു പോക്സോ കേസിലെ പ്രതിയെ ഒരു പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത പ്രതിയെ അതേ ഏരിയയിലുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെ വീണ്ടും കോച്ചിൽ ലഭിക്കുമ്പോൾ എന്ത് ധാർമ്മികത അറ്റ്ലീസ്റ്റ് കോമൺ സെൻസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനർത്ഥം കേസ് അന്നത്തെ കേസ് ചെയ്യാൻ ഭാരവാഹികൾ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ ആരും ഏതെങ്കിലും ഒരു സംഘടനക്കാർ ഏതൊരു സ്ഥലത്തേക്കും സംഭവിക്കുമോ? ഇപ്പോൾ അത് തെറ്റിപ്പോയി എന്നുള്ളത് മാത്രം കൈയൊഴിഞ്ഞ് മാറാൻ പറ്റുമോ? പ്രത്യേകിച്ച് അഭിഭാഷകനായിരിക്കും ഈ സ്ത്രീ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൈ കഴുകിയതല്ല, നമ്മൾക്ക് പറ്റിയ ഒരു വീഴ്ച, വലിയൊരു വീഴ്ച. നമ്മൾ ഈ ഒരു എന്താ പറയുക, കുറേ വിനോദ് പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളും പേരൻസും എല്ലാം വന്നിട്ട് പറയുമ്പോൾ നമ്മൾ ഞാൻ ഇന്നാണ് ഈ കോടതിയിലേക്ക് പോകുന്നത്. നാളെ നമ്മുടെ മീഡിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പഠിച്ചത് തന്നെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് എന്താ പറയുക, കോടതി അതിൽ കേസ് ചെയ്യാനകത്ത് പ്രതിയല്ല, അല്ലെങ്കിൽ ഇതുമല്ല ഒന്നാം രണ്ടാം പ്രതിയോ അല്ലായിട്ട് ചെയ്തിട്ടില്ല. പെറ്റീഷൻ കാണണ്ടേ? കാരണം ഈ കുട്ടികളുടെ ന്യൂഡ് ഫോട്ടോ അയാൾ പകർത്തിയെന്ന് പറയുന്നു, അത് എന്തെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ KCL പരാതി കൊടുക്കണ്ടേ? നിങ്ങളുടെ പ്രൊവിൻസിൽ വെച്ചിട്ടല്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞത്, കൊടുത്തിട്ടുണ്ടോ പരാതി KCL? ഞാനതാ പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടോ പോലീസിൽ? KCL നമ്മൾ ഓൾറെഡി ഒരു പരാതി ഉണ്ട് അവിടെ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സഹകരിക്കുന്നുമുണ്ട്, നമ്മൾ അതിന് മാറി നിൽക്കുന്നില്ല. അല്ല, അത് പോക്സോ കേസല്ലേ? അതല്ലാതെ ഈ KCLയുടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്തിട്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇയാളുടെ മറ്റ് ബന്ധങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണമെന്ന് പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ സംശയമുണ്ടോ KCL? ഇത് നടന്ന സംശയിക്കേണ്ടല്ലോ. ഒരു ഇത്രയും സംഭവങ്ങൾ ഇത്ര കുട്ടികൾ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ഒരു വിശ്വാസമാണ് അന്നും നമ്മൾ കാണിച്ചത്. വിശ്വസിക്കാതിരിക്കാൻ ഇന്നും അന്നും ന്യായീകരണങ്ങൾ. KCLക്ക് ഒരു പരാതി ഇല്ലെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അല്ലേ, അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പോലീസിന്റെ കുട്ടികൾ കൊടുത്ത പരാതിയാണ്. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, അതിനോട് സഹകരിക്കുകയാണല്ലോ കേസ് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ CCTV അവർ ഇപ്രാവശ്യം വന്നപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുപോയി നോക്കി, അല്ലാതെ നമ്മൾ അതിനകത്ത് മാറുന്നില്ല. പക്ഷേ പരാതി വന്നതിന് ശേഷം നിങ്ങൾ ഈ പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും ക്രമീകരണങ്ങൾ മാറ്റം വരുത്തിയിരുന്നു? ഒരു വനിതാ കോച്ചിനെ കൂടി ഉൾപ്പെടുത്തി. ആദ്യത്തെ മൊത്തം എത്ര കുട്ടികളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? മൊത്തം എത്ര പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു? എത്ര വനിതാ കോച്ചുണ്ട്? ഒരു വനിതാ കോച്ചാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു അറ്റ് എ ടൈം മാക്സിമം ഒരു 20 പേരൊക്കെയാണ് മാക്സിമം വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് ടോട്ടൽ ഒരു 20 പേരൊക്കെയാണ് മിക്കവാറും വരുന്നത്. അത് ഈ എന്താണ് ഒരു മറ്റേ റെഗുലറായിട്ട് ഒരു കുറച്ചധികം കുട്ടികളുള്ളതിൽ ഓരോ അവരുടെ സ്കൂളിൻ്റെ ഇതിനൊക്കെ അനുസരിച്ച് ചില ദിവസങ്ങളിൽ ചിലവരും, പിന്നെ ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഹയർ ഇതിലൊക്കെ കളിക്കുന്ന കുട്ടികൾ ആയിരിക്കും കുറച്ചുകൂടെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഈ മനുവിനെ കുറിച്ച് മുൻകൂട്ടി ഒന്നും അറിയില്ലായിരുന്നു പറയുന്നുണ്ടല്ലോ. ഈ മനുവിനെ 2022 കേസ് അല്ലാതെ മറ്റ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ അല്ല, ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴാണ് പറയുന്നത്. അല്ല, അവര് മറ്റൊരു കോച്ചിനെയൊക്കെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരൊന്നും KCL അറിയിക്കുന്നില്ല, KCL യാതൊരു ബന്ധവും. അത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. മനസ്സിലാക്കുന്നത് 2017 തൊട്ട് മനുവിനെതിരെ അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും പറയുമ്പോൾ
ഇല്ല അല്ലല്ല അത് ഇപ്പോഴാണല്ലോ അറിയുന്നത്. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോഴാണ് ഇങ്ങനെ പഴയ ഓരോന്നായിട്ട് സർഫസ് ചെയ്ത് വരുന്നത്. ഞങ്ങൾ അറിയുന്നത് അല്ല നമ്മളറിയുന്നതും ഇപ്പൊ ഇവിടെ നിങ്ങൾ പർട്ടിക്കുലർ ഡേറ്റ് എന്താണ്? ഏതാണ് നിങ്ങൾ ഈ സംഭവം പർട്ടിക്കുലർ ഡേറ്റ് എന്താണ്? ഈ ഇങ്ങനെ സംഭവം KCA നടന്നു, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് KCA എന്നാണ് അറിയുന്നത്? അത് നമ്മുടെ അടുത്ത് പോലീസ് വന്നു എന്നാണ്? അല്ല ഇപ്പൊ ഇപ്പോഴത്തെ കേസ് അല്ല ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കേസിൽ ഇപ്പോഴത്തെ കേസിൽ ഇപ്പോഴത്തെ കേസ് മുമ്പ് മനുവിനെതിരെ അങ്ങനെ പരാതികളൊന്നും വന്നിട്ടില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ല അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. അങ്ങനെ അന്ന് പോലീസ് ഇത് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഇഷ്യൂ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കേസ് നിങ്ങൾ എന്താ അറിയുന്നത്? കറക്റ്റ് ഡേറ്റ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒരു പോലീസ് വരുന്ന 10-ാം തീയതിയോ അങ്ങനെ ഏതൊരു ദിവസമാണ് വരുന്നത്. എക്സാക്ട് ഡേറ്റ് മുമ്പ് ഒരു പേരന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല അതിന് തൊട്ട് മുമ്പ് പോലീസിലും ഇത് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം ഈ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും വന്ന് പറഞ്ഞു. ഇത് അവിടെ പറഞ്ഞിരുന്നു, അവിടെ കൗൺസിലിംഗ് ഇത് കഴിഞ്ഞു, അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, എന്നിട്ട് ഇത് പോലീസിൽ ചെയ്തിട്ടുണ്ടെന്ന് അവർ വന്ന് പറഞ്ഞു. അത് ഈ ഒരു മാസത്തിനിടയ്ക്കാണോ? അല്ല അത് അതിന് നെക്സ്റ്റ് ഡേ ആണ് പോലീസ് വരുന്നത്. അതിന് നെക്സ്റ്റ് ഡേ പോലീസ് വന്നിട്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ചോദിക്കുന്നു. പോലീസ് ഇവിടെ വന്നിരുന്നു, ഇവിടെ വന്നിട്ട് അവർക്ക് ഈ ഏതോ ഒരു സമയത്തുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ അസോസിയേഷനിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇവിടെ എത്രയും വർഷങ്ങളായിട്ട് വരുന്നവരുടെ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഉണ്ട്. ആ ഫോമുകൾ മുഴുവൻ കൊടുക്കണം, നമ്മൾ അത് മുഴുവൻ കൊടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും പോലീസ് വന്നിരുന്നു, വേറെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഒരു കുറച്ച് ദിവസം. മെയ്യിൽ ഒരു പിതാവ് മെയ് 5-ാം തീയതി നിങ്ങൾക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട് KCAക്ക് വൈകുന്നേരം 8:42. നിങ്ങളുടെ മെയിലിലേക്ക്, സെക്രട്ടറിയുടെ മെയിലിലേക്ക് മെയ് 5-ാം തീയതി രാത്രി 8:42 ഒരു പേരന്റ് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അവർ ആ രേഖ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മെയിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മെയ് 5-ന് ഏപ്രിലിൽ തന്നിട്ടുണ്ട് പരാതി. ഏപ്രിലുള്ളതുണ്ട്. അതുകൊണ്ട് അതിന് മറുപടി കൊടുത്തത് എപ്പോഴാണ്? മെയ് 5. അതായിരിക്കും അല്ല ഏപ്രിൽ 19-ാം തീയതി. പക്ഷേ ഞാനൊന്ന് പറയാം, ഇതൊന്നും ഞാൻ കേൾക്കുന്നത്. ഈ നമുക്ക് തന്ന പരാതി, മെയില് വന്ന പരാതി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു ഹറാസ്മെന്റ് എന്നോ അങ്ങനെ പറഞ്ഞിട്ടല്ല. അത് നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ കോച്ചിങ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തോ വിരലിലൊക്കെ ഇത് ബൗൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഈ ബോൾ ഫാസ്റ്റായിട്ട് എറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏപ്രിൽ 19-ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് തരികയും പിന്നെ അത് നമുക്ക് തരികയായിരുന്നു. അതുപോലെ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇയാളുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ അറിവിലുള്ളത്. അല്ലാതെ അതിൻ്റെ കോപ്പി ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുള്ളത്. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കപ്പോൾ തീരുമാനിച്ചു ഇത് നേരത്തെ മറ്റൊരു കോച്ചിനെതിരെ മറ്റൊരു വനിതാ പ്ലെയർ പരാതി നൽകിയ സമയത്ത് അത് അന്ന് ജനറൽ ബോഡിയിലോ മറ്റോ അതോ അപ്പെക്സ് കൗൺസിലിലോ ചർച്ച ചെയ്തതാണ്. അന്ന് ഒരു മുൻ ഭാരവാഹി ഇതിന്റെ ഒരു ഇന്റേണൽ കമ്മിറ്റി വേണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് വേണ്ട എന്നാണ് KCA തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് ഇന്റേണൽ കമ്മിറ്റി, ഈ ഓംബുഡ്സ്മാന്റെ പേര് പറയാനാണല്ലോ മാറ്റുന്നത്, പക്ഷേ ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഇല്ലാത്തതിന്റെ ഭവിഷ്യത്താണല്ലോ ഇപ്പോൾ അനുഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലനേഷനിൽ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇന്റേണൽ കമ്മിറ്റി എന്നുള്ളത് ഞങ്ങളുടെ ഇതിൽ ഒരു എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റിയുടെ മിനിറ്റ്സ് വായിക്കുമ്പോൾ ഞാനത് ഡോക്ടർ അജിത്ത് സാമ്പശൂഷണം പറഞ്ഞതായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് രൂപീകരിക്കാൻ അതിൽ പറയുന്നുണ്ട്. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ എന്നതിൽ നോക്കണം, ആ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കണം. കാര്യം അത് ഒഫീഷ്യൽ മിനിറ്റ്സ് ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എന്തായാലും കുട്ടികളും പാരന്റ്സും 2022 കേസിന് ശേഷം ജാമ്യം കിട്ടിയപ്പോൾ കുട്ടികളും പാരന്റ്സിനോട് മറുപടിയോട് കള്ള പരാതിയാണെന്ന് അത് പറഞ്ഞോട് പറയുന്നത്. അതിന് എത്ര പാരന്റ്സ് ആണ് ഈ ആവശ്യം സമീപിച്ചത്? അത് രേഖാമൂലം ഈ ആവശ്യം തന്നിരുന്നു. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല അവർ. അല്ല അന്ന് ഇവിടെ ഈ വരുന്നതിലുള്ള ഒരു മിക്കവാറും കുറെ മെജോറിറ്റി ആൾക്കാരും വന്ന് നമ്മളിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വന്നിട്ട് ഇത് ചെയ്തു. ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് നമ്മൾ അയാളെ മാറ്റി നിർത്തി. അയാളെ എനിക്ക് ബെയിലൊക്കെ കിട്ടുന്നതിനൊക്കെ അതിന് കുറച്ച് സമയം ശേഷമൊന്നും ഇവിടെ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് മറ്റുള്ള സെന്റേഴ്സിൽ പോകാനായിട്ടാണ് പറഞ്ഞത്. അത് അതിന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ള സെന്റേഴ്സിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ കാര്യവട്ടത്തുണ്ട്, തുമ്പയിലുണ്ട്, വേറെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതിന് ശേഷമാണ് പല പാരൻസും പറഞ്ഞത് ഇങ്ങനെ ഈ കൊച്ചുകുട്ടികളാണ് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം ഇതില്ല. ഇത് എന്നുവെച്ചാൽ ഇയാൾക്കെതിരെ ആദ്യം പരാതി വരുമ്പോൾ തന്നെ അന്നത്തെ KCA സെക്രട്ടറിയെ കണ്ട് സംസാരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇത് ഇവിടെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ മിക്കവാറും എല്ലാ പാരൻസിനെയും കുട്ടികളെയും വിളിച്ച് ശരിക്കും നമ്മൾ ചോദിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ഞാനും ശ്രീത്വമായിട്ട് വിളിച്ച് ചോദിച്ചിരുന്നു. അത് മൊഴികളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് വേറൊരു കാര്യമുണ്ട്. 2022 കേസ് അവസാനിക്കുന്നു. അവസാനിക്കുമ്പോൾ ഇതിനകത്ത് വലിയ അഭിഭാഷകരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിൽ എങ്ങനെയാണ് സെറ്റിൽമെന്റ് ആയത്, എങ്ങനെയാണ് തീർന്നത്. അല്ല അത് ശരിക്കും അതാണ് സെറ്റിൽമെന്റ് ആയി എന്നുള്ളത് തന്നെ അറിയാമല്ലോ, ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ അറിയാം അയാൾ അത്രത്തോളം അപകടകാരിയാണോ. അല്ല അത് നമ്മൾ കാണുന്നത് വെച്ചാൽ അതൊരു ജഡ്ജ്മെന്റ് വായിച്ചറിയാം. എന്നിട്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ലേ? അല്ല അതല്ല, ഇത് നമ്മള് ഇത് ചെയ്യുന്നു, അത് നമ്മുടെ ഭാഗത്ത് വന്നൊരു വീഴ്ച. അതാണ് പറയുന്നത്. ഇത് എന്താണ് ഈ പാരന്റ്സോ അല്ലെങ്കിൽ ഈ പൊതുവിലുള്ള നമ്മുടെ ആ സമയത്തുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം കളിക്കാൻ വരുന്ന കുട്ടികളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറയുന്നു, പോലീസിന് മൊഴി കൊടുക്കുന്നു, ചിലർ കോടതിയിൽ പോയി ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പോലീസിനുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പഴയ കേസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഇത്രയും ആൾക്കാർ വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേറ്റ് ടീമുകളിൽ വരെ കളിക്കുന്ന പറയുമ്പോൾ നമ്മൾ കൺവിൻസ്ഡായി പോയി എന്നുള്ളത് നമ്മുടെ തെറ്റ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മളതിനെ ന്യായീകരിക്കുന്നേ ഇല്ല, ന്യായീകരിക്കാൻ പറ്റത്തില്ല. തെങ്കാശിയിലെ സംഭവം നിങ്ങൾ അറിഞ്ഞത് പറഞ്ഞത് തെങ്കാശിയിലെ സംഭവം